അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോഴത്തേക്കും ഓർഗാനിക് പാർട്ടാണ് ഹൈ വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ ഈ പാർട്ടിന് വെയിറ്റേജ് കുറവാണ്, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ എണ്ണം കുറവാണ്. പക്ഷെ നിങ്ങൾ ഒരു ബുക്കിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ഒക്കെ ചെയ്യാം. ഒരുപാടങ്ങ് ഇതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ചില ഷിഫ്റ്റിൽ ചോദിക്കാതെ പോലും ഉണ്ട്. അപ്പോഴത്തേക്കും അതാണ് ഒരു ഷുവർട്ടി പറയാത്തത്. എന്തായാലും ഒരു 1 to 2 ക്വസ്റ്റ്യൻ ഒക്കെ മാക്സിമം കിട്ടത്തുള്ളൂ. പക്ഷേ ഈ ചാപ്റ്റർ ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മറന്നു പോയി ചെയ്താൽ മതി. ഒരിക്കലും ടഫ് ക്വസ്റ്റ്യൻസ് വരത്തില്ല. ഒരേ ലെവലിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇല്ല. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മോളാർ 1.5 ലിറ്റർ KOH. അപ്പോൾ എന്താണ് 3 മോളാർ 1.5 ലിറ്റർ KOH സൊല്യൂഷൻ. 3 മോളാർ 1.5 ലിറ്റർ KOH സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് 1 മോളാർ സൊല്യൂഷൻ എത്ര ml 650 ml KOH ആയിട്ട് മിക്സ് ചെയ്തേക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മോളാരിറ്റി ഓഫ് റിസൾട്ടന്റ് സൊല്യൂഷൻ. അപ്പോൾ റിസൾട്ടന്റ് സൊല്യൂഷന്റെ മോളാരിറ്റി എന്താണെന്ന് നോക്കാം. അപ്പോൾ മോളാരിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മോളാരിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? മോളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഡയറക്റ്റ് തന്നെ എടുക്കാം. കാരണം എന്താണ് 1.5 ലിറ്റർ സൊല്യൂഷനും 650 ml സൊല്യൂഷനും മിക്സ് ചെയ്യുക. അപ്പോൾ ആ വോളിയം നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് സൊല്യൂഷൻ ഈ പാർട്ട് എങ്ങനെ കിട്ടും? 1.5 ലിറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. 650 ml നിങ്ങൾ എങ്ങനെ വോളിയം നിങ്ങൾക്ക് ലിറ്ററിലോട്ടാക്കാം? നോക്കേ, 650 ml നിങ്ങൾക്ക് ലിറ്റർ ആക്കണമെങ്കിൽ നിങ്ങൾ 650 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം എന്താണ്, ഒരു ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ നമുക്ക് കിട്ടും, ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും, 0.65 ലിറ്റർ എന്നും പറഞ്ഞ് കിട്ടും. ഇപ്പോൾ എന്താണ് 0.65 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1.5 പ്ലസ് 0.65 നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 512. അപ്പോൾ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ 215 എന്ന് പറഞ്ഞ് കിട്ടി. ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ എന്താണ്? 2.15 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി അടുത്തത് നമുക്ക് എത്ര മോൾസ് സൊല്യൂട്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ 3 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മോളാർ സൊല്യൂഷൻ എന്ന് വെച്ചാൽ 3 മോൾസ് ഉണ്ട്. 3 മോൾസ് ഉണ്ട്. നമ്മൾ 1 ലിറ്റർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ 3 മോൾസ് ഉണ്ട്. 1 ലിറ്റർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് 1.5 ലിറ്ററിൽ എത്രയെന്ന് കണ്ടുപിടിക്കണം. കാരണം ഇതിന്റെ 1.5 ആണ് മിക്സ് ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എന്താണ് 1.5 കൊണ്ട് മൾട്ടിപ്ലൈ, ഇവിടെ ഞാൻ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 1.5 15 × 3 45 ആണ്. അപ്പോൾ 1.5 ആകുമ്പോൾ 4.5 മോളുണ്ട്. 4.5 മോളുണ്ട്. 1 × 1.5 ചെയ്യുമ്പോൾ 1.5 ലിറ്റർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടി ആദ്യത്തെ ഈ മിക്സ് ചെയ്തേക്കുന്ന ടോട്ടലിനകത്ത് 4.5 മോൾസ് ഉണ്ടെന്ന് പറഞ്ഞ് കിട്ടി. ഇനി രണ്ടാമത്തെ പാർട്ട് നോക്കാം. രണ്ടാമത് ഏത് സൊല്യൂഷൻ എടുത്തേക്കുന്നത്? 1 മോളാർ സൊല്യൂഷൻ. 1 മോളാർ സൊല്യൂഷൻ എന്ന് വെച്ചാൽ 1 മോളുണ്ട് 1 ലിറ്ററിനകത്ത്. അപ്പോൾ നമുക്ക് ഇതിന്റെ എത്ര എടുത്തേക്കുന്നത്? 650 ml എന്ന് വെച്ചാൽ 0.65 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ നമുക്ക് 0.65 മില്ലി ലിറ്റർ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് സൈഡിലും എന്താണ് 0.65 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 0.65 കൂടെയും മൾട്ടിപ്ലൈ ചെയ്തു, 0.65 കൂടെയും മൾട്ടിപ്ലൈ. അപ്പോൾ 0.65 × 1 എത്രയാണ്? 0.65 തന്നെയാണ്. 0.65 മോൾസ് ഉണ്ട്. 1 × 0.65 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ അതായത് 0.65 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ അതായത് 650 ml-നകത്ത് 0.65 മോൾസ് ഉണ്ട്. അപ്പൊ എനിക്ക് കിട്ടി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? ആദ്യം എടുത്ത സൊല്യൂഷനകത്ത് 4.5 മോൾ ഉണ്ട്. അത് 3 മോളാർ സൊല്യൂഷൻ 1 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ 1 മോളാർ സൊല്യൂഷൻ 650 ml എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 0.65 മോൾസ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4.5 പ്ലസ് 0.65 രണ്ട് സൊല്യൂഷൻ. അതായത് ഈ 650 മില്ലി ലിറ്റർ ഈ സൊല്യൂഷനകത്ത് 0.65 മോൾസും ഉണ്ട്, ഇതിനകത്ത് 4.5 മോൾസ് ഉണ്ട്. അപ്പോൾ രണ്ടുകൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര മോൾ ടോട്ടൽ കിട്ടും? 515. അതായത് 5.15 എന്നും പറഞ്ഞ് കിട്ടും. 5.15. അപ്പോൾ നമുക്ക് കിട്ടി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 5.15 ആണെന്നും പറഞ്ഞ് കിട്ടി. ഇവിടെ നമുക്കിനി മോളാരിറ്റി കണ്ടുപിടിക്കാം. ഡിവൈഡ് ചെയ്താൽ പോരെ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 5.15 താഴെ 2.15. നമുക്ക് രണ്ട് ഡെസിമലും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരുമിച്ച് കളയാം. ഈ ഡെസിമൽ പോയി അടുത്ത ഡെസിമലും പോകുമ്പോൾ 515 ഡിവൈഡ് ബൈ 215. ഇതാണ് നമ്മുടെ മോളാരിറ്റി. അപ്പോൾ നമുക്ക് എന്താണ് ഡിവൈഡ് ചെയ്ത് നോക്കാം. 515 നിങ്ങൾക്ക് ഡിവിഷൻ കുറച്ചുകൂടി എളുപ്പമാക്കാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 515 നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം.
1 ഈ ഇവിടെ 0, കാരണം എന്താണ് 1 ഡിവിസിബിൾ അല്ല, അടുത്ത വാല്യൂ എടുക്കുമ്പോൾ 3 കിട്ടും. ഇത് 103 പറഞ്ഞ് കിട്ടും. ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 215 ഡിവൈഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 4 കിട്ടും, 43 പറഞ്ഞ് കിട്ടും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 103 ഡിവൈഡ് ബൈ 43 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. 103 ഡിവൈഡ് ബൈ 43 എത്രയാണ്? നമ്മൾ 5 കൊണ്ട് ക്യാൻസൽ ചെയ്തു. അപ്പോൾ 103 ഡിവൈഡ് ബൈ 43 ചെയ്യുമ്പോൾ 2 ആകുമ്പോൾ 86. ഇത് ഇവിടെ നിന്ന് 1 എടുക്കുമ്പോൾ ഇത് 13ആയി. 13ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ നമുക്ക് 7 കിട്ടും. 9ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ നമുക്ക് 17 കിട്ടും. ഇനി ഒരു ഡെസിമൽ ആഡ് ചെയ്യുക, ഒരു 0 ഇട്ട് കൊടുക്കുക, കാരണം 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 43ക്കകത്ത് അപ്രോക്സിമേറ്റ്ലി എത്രയാണ് 173 ആഡ് ചെയ്യും? 43 × 3 എത്രയാ? 43 × 3 എത്രയാ? നമുക്ക് കിട്ടും 9, 12. അപ്പോൾ 129 ആയിട്ടുള്ളൂ. 43 × 4 എത്രയാ? നമുക്ക് കിട്ടും 12, 1, 172 എന്നും പറഞ്ഞ് കിട്ടി. അതായത് അപ്രോക്സിമേറ്റ്ലി 2.39 സംതിങ് വരും. അപ്പോൾ 2.4 അടുത്ത് നിൽക്കും. നമ്മൾ റൗണ്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് 2.4 കിട്ടും. ഒരിക്കലും അത് 2.6 ആകത്തില്ല, 1 അല്ല കിട്ടിയിരിക്കുന്നത്, 2.0 ആകത്തില്ല. കാരണം എന്താണ്? 3 ടൈംസ് എന്തായാലും ഉണ്ട്. നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് 2.39 സംതിങ് ആണ് തരത്തി വരേണ്ടത്. നമ്മളിവിടെ റൗണ്ട് ചെയ്ത്, കാരണം എന്താണ്? ഒരു 2ന്റെ വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾക്ക് ഡയറക്റ്റ് റൗണ്ട് ചെയ്ത് എഴുതാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്ത് എഴുതിയാലും മതി. പക്ഷേ ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ കുറച്ച് എന്താണ് സ്റ്റെപ്പ് കൂടും. നമ്മളിപ്പം 103 ഡിവൈഡ് ബൈ 43 ചെയ്ത് കഴിഞ്ഞാൽ 2, 86 നമ്മൾ ചെയ്ത് 17 കിട്ടി. ഡെസിമൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 തവണ ആഡ് ചെയ്യത്തുള്ളൂ. 43 × 3 എത്രയാ? 129 നമ്മൾ നേരത്തെ കിട്ടി. ഇനി നമ്മൾ ഇവിടുന്ന് 1 എടുക്കുമ്പോഴത്തേക്ക് ഇത് 10 ആവും. 1 ഇവിടെ വരും, 41 വരും. പിന്നെ അഗൈൻ 0 ആഡ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 9 ടൈംസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്യുന്ന റൂൾ വെച്ചിട്ട് 5നെക്കാളും കൂടിയ നമ്പർ ആണെങ്കിൽ റൗണ്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇതും കളയുമ്പോഴത്തേക്ക് ഇവിടുത്തെ നമ്പർ എന്താണ്? 1 കൂടും. അപ്പോൾ ഇതെന്താണ്? 2.4 അത് തന്നെ കിട്ടും. നിങ്ങൾ അപ്രോക്സിമേറ്റ് ചെയ്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് വോളിയം ഓഫ് കാർബൺ ഡയോക്സൈഡ് CO2 വിൽ ബി ഒബ്റ്റൈൻഡ് ഫ്രം ഡീകമ്പോസിഷൻ ഓഫ് 25 gram ഓഫ് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റിന്റെ 25 grams എന്താണ് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വോളിയം CO2 കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി മോളാർ വോളിയം ഓഫ് കാൽസ്യം കാർബണേറ്റ് എന്താണ്? 100 gram ആണ്. ഒരു മോളിലും കാൽസ്യം കാർബണേറ്റിന്റെ മാസ് 100 gram ആണ്. അപ്പോൾ നമ്മൾ കാൽസ്യം കാർബണേറ്റ് നമ്മൾ CaCO3, കാൽസ്യം കാർബണേറ്റിന്റെ ഫോം CoCO3. കാൽസ്യം കാർബണേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്തിട്ട് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും കിട്ടും. ഇനി ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ? നോക്കി, ആറ്റത്തിന്റെ എണ്ണം നോക്കിക്കേ. ഇവിടെ ഒരു കാൽസ്യം ഉണ്ട്, ഒരു കാൽസ്യം ബാലൻസ്ഡ് ആണ്. ഒരു കാർബൺ ഉണ്ട്, ഒരു കാർബൺ ഉണ്ട്. 1ഉം 2ഉം ആകുമ്പോൾ മൊത്തം 3 ഓക്സിജൻ ഉണ്ട്. അപ്പുറത്തും എന്താണ്? 3 ഓക്സിജൻ. അപ്പോൾ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ബാലൻസ് ഇക്വേഷൻ ആയിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ ബാലൻസ് ഇക്വേഷൻ ആയിട്ട് എഴുതി. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോളിക്യൂള് CO2 ആണ്. ഒരു മോളിക്യൂള് കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാർബൺ ഡയോക്സൈഡിനെ കിട്ടും. അപ്പം ഒരു മോള് കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മോള് കാർബൺ ഡയോക്സൈഡ് കിട്ടും. അപ്പൊ ഈ 25 gram അല്ലേ നമ്മൾ ഡീകമ്പോസ് ചെയ്യുന്നത്. അപ്പൊ എത്ര മോള് കാൽസ്യം കാർബണേറ്റ് നമ്മൾ ഡീകമ്പോസ് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. മോള് കണ്ടുപിടിക്കുക എത്ര കിട്ടും? കാൽസ്യം കാർബണേറ്റിന്റെ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ്. അപ്പൊ തന്നേക്കുന്ന മാസ് 25 ആണ്, മോളിക്കുലർ മാസ് 100 ആണ്. അപ്പൊ നമുക്ക് കിട്ടി 1/4 മോളേ ഉള്ളൂ കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യാൻ പോണത്. അപ്പൊ 1 മോള് കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മോള് കാർബൺ ഡയോക്സൈഡ് കിട്ടും. അപ്പൊ രണ്ട് സൈഡിലും 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 1/4 കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ 1/4 മോള് CO2 കിട്ടും. അപ്പൊ ഇനി 1/4 മോള് CO2ന്റെ വോളിയം കണ്ടുപിടിക്കണം. ഓക്കെ, 1/4 മോള് CO2ന്റെ വോളിയം ഇങ്ങനെ കണ്ടുപിടിക്കാം. ഒരു മോളാർ വോളിയം എന്താണ്? ഒരു മോളിന് 22.4 ലിറ്റർ ആണ് മോളാർ വോളിയം. അപ്പൊ നമുക്ക് 1/4 കിട്ടാൻ ഞാൻ രണ്ട് സൈഡിലും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/4 മോളിന്റെ വോളിയം എന്ന് വെച്ചാൽ ഇതേ ഡിവൈഡ് ബൈ 4. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 22.4 ഡിവൈഡ് ബൈ 4, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11.2 ഡിവൈഡ് ബൈ 4/2. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു രണ്ടിടത്ത്. അപ്പൊ ഇത് 11.2 ഡിവൈഡ് ബൈ 2. എഗൈൻ ഇതിന്റെ ഹാഫ് എടുക്കുമ്പോൾ എത്ര കിട്ടും? നമുക്ക് കിട്ടും 11ന്റെ ഹാഫ്, അല്ലെങ്കിൽ നമുക്ക് 112ന്റെ ഹാഫ് എടുത്ത് നോക്കി. 5, 10, 12, 6. അപ്പൊ നമുക്ക് കിട്ടിയ ഒരു ഡെസിമൽ ഉള്ളതുകൊണ്ട് നമുക്ക് 5.6. അപ്പൊ നമുക്ക് കിട്ടി 5.6 ലിറ്റർ ആണെന്ന് കിട്ടി. അപ്പൊ 1/4 മോളിന്റെ വോളിയം എന്താണ്? 1/4 ഓഫ് മോളാർ വോളിയം. എക്സ് മോളിന്റെ എന്താണ് വോളിയം? എക്സ് ഇൻറ്റു മോളാർ വോളിയം ആയ 22.4. ഇത്രയേ ഉള്ളൂ സംഭവം. മോളാർ വോളിയത്തിന്റെ വാല്യൂ മനസ്സിലാക്കി വച്ചേക്കാം.